ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബീഗംസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് നല്ലൊരു ഉരുളക്കിഴങ്ങിൻ്റെ ബജിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അത് കഴിച്ചവരൊക്കെ കുറേ ആയിട്ട് എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് അതിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് അതിന് 3 ഉരുളക്കിഴങ്ങ് എടുത്തത്, 2 തക്കാളി, 1 ഉള്ളി, ഇത്തിരി കറിവേപ്പില, 2 പച്ചമുളക്, ഇത്തിരി വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് ആ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം. ഈ കറി കഴിച്ച കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഇട്ടൂടെ എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇതിപ്പോൾ അത്ര വലിയ സംഭവമായിട്ടുള്ളൊരു കറിയായിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാരറ്റും കൂടെ കൂട്ടി വെക്കട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രമാണ് എടുത്തത്. ഇതെല്ലാം തൊലി കളഞ്ഞിട്ട് നല്ലോണം കഴുകിയിട്ടെടുക്കട്ടോ. കഴുകിയിട്ട് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടെടുക്കാം. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കണം. പക്ഷേ നല്ല ചെറിയ കഷ്ണമാക്കണ്ട. 2-3 ഭാഗമാക്കിയിട്ട് ഒന്ന് ക്രോസിൽ കട്ട് ചെയ്തിട്ട് മുറിച്ചാൽ മതി. അപ്പോഴേ അത് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഉടയ്ക്കുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങളും അങ്ങനെ ഗ്രേവി പോലെ ഉണ്ടാവുള്ളൂ. നല്ല ചെറുതാകുമ്പോൾ പിന്നെ ഫുള്ള് ഉടഞ്ഞു പോകും. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. അത് ചപ്പാത്തി, വെള്ളപ്പം എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പൂരി അങ്ങനത്തെ കറി, അങ്ങനത്തെ ഇതിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഉള്ളിയൊന്നും അത്ര ചെറുതാക്കി അരിയൊന്നും വേണ്ട. നമ്മളിങ്ങനെ മുറിച്ചതിൻ്റെ ശേഷം ഒന്ന് നടു ചീന്തി കൊടുത്താൽ മതി. തക്കാളിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. കുറേ തേങ്ങ അരക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇതിന്. എന്നിട്ട് നമ്മൾ അതിലും കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പക്ഷേ ഇതിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിയാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പ് കറക്റ്റാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, അത് മാത്രമേ വേണ്ടൂ അതിന്. പിന്നെ കുറച്ച് വെള്ളം കേട്ടോ. വെള്ളം പാരുമ്പോൾ കൂടി പോകരുത്. നല്ല ലൂസായാൽ കറിൻ്റെ ടേസ്റ്റ് പോകും. നമ്മൾ കുറച്ചിങ്ങനെ ചപ്പാത്തിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള കറിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിലൊക്കെ എത്തിക്കണേ. അപ്പോഴത്തേനും അത് ഉരുളക്കിഴങ്ങല്ലേ വേഗം പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പം നമുക്കിങ്ങനെ കയ്യിലോട്ടൊന്ന് മെല്ലെ അടച്ചു കൊടുക്കാം. നല്ലോണം ഉടയരുത് കേട്ടോ. പിന്നെ നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ വറവിട്ടെടുക്കണേ. വെളിച്ചെണ്ണയിൽ കടുകിട്ടിട്ട് വറവിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വറവിടുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പില നമ്മൾ കറീൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നല്ലോണം കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ കറിവേപ്പിലേൻ്റെ മുകളിലേക്ക് ഈ വറവിട്ടത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഒരു കളർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കും കറി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.